നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കോട്ടയംകാർ വൈകുന്നേരമായാൽ സന്ധ്യ കഴിഞ്ഞ് രണ്ടെണ്ണം അടിക്കുക, സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക തുടങ്ങിയ ആചാരങ്ങൾ വർഷങ്ങളായിട്ട് തുടരുന്നവരാണ്. പക്ഷേ കോട്ടയത്ത് മറ്റൊരാളുണ്ട്, ഒരു സെക്കൻഡ് പോലും ഉറങ്ങാത്ത ഒരാൾ. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ കാണുന്നുണ്ട് എന്ന മട്ടിൽ തിരുനക്കര മൈതാനത്തിന് താഴെ വീട്ടിൽ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരാൾ. ഇദ്ദേഹം ഉറങ്ങിയിട്ട് 40 വർഷമായി എന്ന് പറയുമ്പോൾ പലരും പറയും അത് നുണയാണ്, അങ്ങനെ ഉറങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? കാരണം നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ കൃത്യമായിട്ട് ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ മാനസിക പ്രശ്നം വരെ ഉണ്ടാകുന്നവരാണ്. തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് തന്നെ ആരോഗ്യമുള്ള ഒരു പുരുഷൻ 6 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. പക്ഷേ നമ്മൾ ഈ കാണാൻ പോകുന്ന രാധാകൃഷ്ണ വാര്യർക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം 40 വർഷമായിട്ട് ഉറങ്ങിയിട്ടുമില്ല. ധാരാളം പത്രങ്ങളിലും മറ്റും വാര്യരുടെ ഉറക്കമില്ലായ്മയെ പറ്റി വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു 10-25 വർഷം മുമ്പാണ്. ഞാൻ അന്നോട്ടെ വാര്യരെ പിന്തുടരുന്നുണ്ട്. എനിക്ക് പണ്ടേ പരിചയമുള്ള ആളാണ് വാര്യർ. അപ്പോൾ ഈ 25 വർഷത്തിന് ശേഷവും വാര്യർ ഉറങ്ങുന്നില്ലേ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ വാര്യരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാര്യരെ വിളിച്ചു വെച്ചപ്പോൾ ഇല്ല, ഇപ്പോഴും ഉറക്കമൊന്നുമില്ല. അങ്ങനെ വൈദ്യശാസ്ത്രത്തിനും നമുക്കും എല്ലാം അത്ഭുതമായിട്ട് ജീവിക്കുന്ന രാധാകൃഷ്ണ വാര്യർക്ക് സ്വാഗതം. നമസ്കാരം വാര്യരെ. നമസ്കാരം. എന്താണോ വാര്യരെ താൻ ഉറങ്ങാത്ത ചോദിക്കേണ്ടി വരും. അതാണ് നമ്മൾ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നം. നന്നാകാത്ത എന്താണ്? പക്ഷെ ഞാൻ എപ്പോഴും നന്നായിട്ടിരിക്കുന്ന ആളാണ്, നമ്മൾ ചീത്തയാകാത്ത ആളാണ്. ശരിക്കും 40 വർഷമായിട്ട് ഉറങ്ങാതെ എങ്ങനെ ജീവിക്കുന്നു? എന്തുകൊണ്ടാണ് ഉറക്കമില്ലായ്മയിലേക്ക് വന്നത്? ശരിക്കും ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന ഒരു കാലം 82-85. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഈ കഥകളി കൂടിയാട്ടം കാണാൻ പോവുക. ഇതൊക്കെ ഒത്തിരി ഇങ്ങനെ ഉറക്കളപ്പ് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ടേസ്റ്റുകൾ മാറും. കഥകളി കാണാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊരു സാധനമുള്ള ഫോട്ടോഗ്രാഫിയാണ്, നിശ്ചലമുള്ള ക്യാമറ. അപ്പം അത് കൊണ്ടുപോകുന്നു, പടം എടുക്കുന്നു. അങ്ങനെ നമുക്ക് ചിലവരുടെ അറ്റാച്ച്മെൻറ്റ് വരും, ചില കഥകളിക്കാരും ചില കൂടിയാട്ടക്കാരും ഒക്കെ. അപ്പോൾ അവരെ കണ്ട് അവരുടെ പെർഫോമൻസ് കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് പോകണം, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് പോകണം, കോഴിക്കോട്ടാണെങ്കിൽ കോഴിക്കോട് പോകണം, കലാമത്തിലാണെങ്കിൽ കലാമത്തിൽ പോകണം. യാത്രകളായിരുന്നു. പക്ഷെ നമ്മളൊക്കെ രാത്രിയിലെ കഥകൾ കാണാൻ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരൊക്കെ പകൽ കിടന്ന് ഉറങ്ങുമല്ലോ. പകൽ ഉറക്കം വരികയില്ല. അതെന്താ അറിയില്ല. പകൽ ഉറങ്ങുകയില്ല. 3 ദിവസം തിരുനക്കരൊക്കെ കഥകൾ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ഫുൾ നൈറ്റാണ്. അവരൊരു 10 ദിവസം ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ചോളൂ. അന്ന് കൂടിയാൽ അന്ന് രാത്രി, അന്ന് പകൽ, അന്ന് രാത്രി, അന്ന് പകൽ, അന്ന് രാത്രി. പിറ്റേ ദിവസം ഞാൻ ഉച്ചയാകുമ്പോൾ ഫ്രീ ആവുള്ളൂ. അപ്പോഴും ഞാൻ തുണയായിട്ടിരിക്കും. അപ്പം ആദ്യത്തെ തുടങ്ങി വെച്ച ഈ ഒരു ഉറക്കമില്ലായ്മ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലേ? അതെനിക്ക് ശരിക്കും പറഞ്ഞാലേ, ഞാൻ ഈ ഉറങ്ങാത്ത മനുഷ്യനെ എനിക്ക് കുറേ കാലം കഴിയുമ്പോൾ ഇത് മനസ്സിലാകുന്നത്. നമ്മൾ ഇരിക്കുന്നു, ഉറങ്ങുന്നില്ല, ഉറങ്ങുമോ അങ്ങനെ ഇല്ല, തമാശ ഒന്നുമല്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ വെച്ച് തന്നെ രാത്രി കാണുമ്പം ഒരു പത്രപ്രവർത്തനം, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ എല്ലായിടത്തും കാണുന്നു, ഇത് ഉറക്കമൊന്നുമില്ല. അപ്പം ഞാൻ ആലോചിച്ചു എന്തിനാ ഞാൻ ഉറങ്ങാത്തത്. അപ്പം ഞാൻ എൻ്റെ ആ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പം ആ സമയത്ത് അപ്പോൾ ടെൻഷൻ വന്നില്ലേ? ടെൻഷൻ ഇല്ല, എനിക്ക് അസുഖങ്ങളില്ല. സാധാരണ ഉറക്കമില്ലായ്മ എന്ന് പറയുമ്പോൾ 2-3 പ്രശ്നങ്ങൾ വരാവുന്നു. 1 ദഹനത്തിന്റെ പ്രശ്നങ്ങൾ വരും, 2 നമുക്ക് തലയ്ക്കൊരു വെളിവില്ലാത്ത അവസ്ഥ വരും, 3 നമുക്ക് ആയുസൊക്കെ, ഉറക്കമില്ലാത്തവർക്ക് ആയുസ് കുറഞ്ഞൊരു പേടി. അത് ഭക്ഷണം, ഞാൻ ഭക്ഷണപ്രിയനല്ല, ആവശ്യത്തിന് കഴിക്കും. ഭക്ഷണം അത്യാവശ്യം കുറച്ചതിൽ കഴിച്ചാൽ മതി. പിന്നെ ഈ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് വലിയ കൊതിയില്ല ജീവിതത്തിലോടൊരു കൊതിയില്ല. എന്ന് വെച്ചാൽ അങ്ങ് ജീവിച്ച് അങ്ങ് പോകണം, അങ്ങനെ കൊതി ശരിക്കും എനിക്കില്ല. പിന്നെ ഈ വാർത്ത വന്നേ പിന്നെയാണ് പറയുന്നത്, ഡോക്ടർമാർ വല്ലതും കോൺടാക്ട് ചെയ്ത് വിളിക്കുന്നു, ഒറ്റ കുഴപ്പമുണ്ട്, ആയുസ് കുറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ആസക്തി എൻ്റെ അറിയത്തില്ല, ഭക്ഷണത്തോടില്ല, ജീവിതത്തോടില്ല. ആസക്തി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് കുറേ കാലം ജീവിച്ച് അങ്ങനെ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ, ഒരു ബോധം അങ്ങനെ താല്പര്യം ഇല്ല ശരിക്കും, ജീവിതത്തിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാകാം. പിന്നെ ആരോഗ്യ പ്രശ്നം വന്നപ്പം കുറച്ച് ആയുർവേദ ഡോക്ടർമാർ, പിന്നെ ഈ ഇംഗ്ലീഷ് കുറേ ഡോക്ടർമാർ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെന്നെ വിളിച്ച് പറഞ്ഞു ഉറങ്ങാതിരിക്കരുത്, വാരുടെ പ്രശ്നം ആയുസ് കുറയുമെന്ന് പറഞ്ഞു. ഉറങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞാൽ വാരം മനഃപൂർവ്വം ഉറങ്ങാതിരിക്കുന്നതല്ലല്ലോ. അല്ലെന്ന് എനിക്ക് എന്തെങ്കിലും പാടി, ഞാൻ ഈ പാട്ട് കേൾക്കുക. ഞാൻ ചോദിക്കാവുന്ന മറ്റു പേര്, അതായത് ഇപ്പം നമ്മൾ കഥകളി കാണുകയാണെങ്കിൽ കഥകളിയിൽ മുഴുകി രാത്രി മുഴുവൻ ഇരിക്കാം. പക്ഷേ ഈ കഥകളി ഇല്ലാത്ത ദിവസങ്ങളിൽ രാത്രിയിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പം നമ്മൾ ശരിക്കും ഞാൻ ഒരു കുടുംബം സ്വല്പ ദൂരം ഇടുക്കി ജില്ലയിൽ ബേസ് ജോലിയാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും ഭൂരിപക്ഷം ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പം നമ്മൾ പാട്ട് കേൾക്കും, കഥകളി പാട്ട് ഒത്തിരി കേൾക്കും, കർണാടക സംഗീതം കേൾക്കും, നാടകഗാനം കേൾക്കും, പഴയ സിനിമ പാട്ട് കേൾക്കും. ഇതെല്ലാം കൂടെ ഒരു 10-25 പാട്ടിൻ്റെ ഉണ്ട്. ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, എല്ലാ പാട്ടുമുണ്ട്, എല്ലാ സിനിമകളും ഉണ്ട്. അടൂർ ഗോപാൽ സിനിമയെല്ലാം ഉണ്ട്, അരവിന്ദൻ സിനിമ. ഈ അടൂരൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ്, സ്നേഹമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയെല്ലാം ഉണ്ട്. അരവിന്ദൻ്റെ അടൂരിൻ്റെ സിനിമകൾ കാണും, ഭരതൻ്റെ പടം കാണും, ഇതൊക്കെ സ്റ്റോക്കാണ്. അപ്പോൾ ഒരു സിനിമ കാണും, സിനിമ പാട്ട് കേൾക്കും. കെ വി നാരായണ സ്വാമി, ചെമ്പേട് കേൾക്കും.
കഥകളിപ്പത് ഉണ്ണികൃഷ്ണക്കുറുപ്പിൻ്റെ കേൾക്കും, എംബ്രാതിരിയുടെ കേൾക്കും, മധുവിൻ്റെ കേൾക്കും. എന്തായാലും തിരുനക്കര അമ്പലത്തിന് തൊട്ട് താഴെ താമസം. ഒരു പ്രദേശം കള്ളം കയറില്ല അല്ലേ? കള്ളം കയറില്ല ആ പ്രദേശം ഒരിടത്ത്. കാരണം ലൈറ്റൊക്കെ ഇട്ട് ഒരാളിങ്ങനെ ഇരിപ്പുണ്ടല്ലോ രാത്രി മുഴുവൻ. അല്ലെ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ലൈറ്റ് മുറിക്കത്തില്ലേ. എന്തായാലും ഒരു 25 വർഷം മുമ്പ് മാതൃഭൂമിയിൽ മറ്റേ സലിം അജന്ത എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു സുഹൃത്താണ്. സലിമാണ് ആദ്യമായിട്ട് വാര്യർക്ക് ഉറക്കമില്ലാതായിട്ട് 24 വർഷം എന്നും പറഞ്ഞിട്ടൊരു വാർത്ത വന്നത്. അന്ന് തൊട്ടാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടേഴ്സൊക്കെ വാര്യർ ശ്രദ്ധിച്ചു തുടങ്ങി അല്ലേ? ഒത്തിരി പേര് വിളിച്ച് കണ്ടു. എന്താണ് അവരൊക്കെ കണ്ടിട്ട് എന്താ അവരുടെ അഭിപ്രായം? അല്ല, അവർ പറഞ്ഞത് ഇതൊരു നമുക്കൊരു ശീലം കൊണ്ട് വരാം. ആ ശീലം ചിലപ്പോൾ അറിയത്തില്ല. നമ്മളിങ്ങനെ ഉറങ്ങാൻ നടന്ന് നമുക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ പടത്ത് വെച്ച് ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഞാനും ഉറങ്ങുന്നില്ലെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു ഉറങ്ങാതിരിക്കരുത്. അപ്പം ഞാൻ വന്ന് കിടന്നാൽ ഉറക്കം വരുന്നില്ല. അപ്പോൾ ചെയ്യേണ്ടത് യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ചിരിക്കാം. അപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എന്ന് വിചാരിക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കാം. കണ്ണിന് റെസ്റ്റ് കൊടുക്കും, കുറച്ച് നമുക്കിത് കുറയുമെന്ന് പറഞ്ഞു. പിന്നെ ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞ ചില എണ്ണകളൊക്കെ തലയിൽ പെട്ടിയാൽ നമുക്ക് ഒരു ശരീരത്തിനും തലയ്ക്കൊക്കെ ഒരു തണുപ്പ് വന്നിട്ട് ചിലപ്പം അങ്ങനെ വരുമെന്ന്. പക്ഷേ അത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഈ സാധാരണയിൽ നമുക്ക് ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറക്ക ഗുളിക വാങ്ങിച്ച് കഴിക്കാന്നുള്ളതാണ്. അതെന്തോ നോക്കിയില്ല? ഇല്ല, ചികിത്സയൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഷുഗർ കംപ്ലൈൻറ്റ് മനസ്സിലാക്കി, നമ്മൾ കൺട്രോൾ ചെയ്ത് പോകും, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഏറ്റവും കോമഡി എന്നറിയാം, ബന്ധുക്കടക്ക് വീട്ടിൽ ചെല്ലും. ബന്ധുക്കടക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിക്കും അതിഥിയോ അല്ലെങ്കിൽ വന്നയാളല്ലേ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കുറച്ച് നേരം ഒന്ന് കിടക്കരുത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ ആ പരിപാടി രാത്രി കിടക്കാത്തതിനോടാണ് ചോദ്യം. രാത്രി കിടക്കുന്ന ചില കുറച്ച് നേരം കിടക്കും കേട്ടോ, ശരീരസ്ഥരെ ഇരിക്കല്ലേ കിടക്കും. അത് ഏത് കാലം തൊട്ട് വെറുതെ എങ്കിലും കിടക്കാൻ തുടങ്ങിയത്? അത് കുറച്ച് നാളെ ഞാനത് ഡോക്ടർമാർ പറഞ്ഞാൽ പിന്നെ കിടക്കും. ഡോക്ടർമാർ എന്താ പറഞ്ഞത്? അല്ല, വിശ്രമിക്കുക, കണ്ണിന് വിശ്രമം കൊടുക്കാം. കണ്ണിന് വിശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നിരിക്കാൻ പറ്റില്ല, അപ്പോൾ കിടക്കും. അപ്പം ഈ പറഞ്ഞ അല്ലെങ്കിൽ 24 മണിക്കൂർ കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ കണ്ണിന് ഒരു റെസ്റ്റ് ഇല്ലാതായി പോകും. കണ്ണടയ്ക്കണം എന്ന് പറയും. അപ്പോൾ കണ്ണടയ്ക്കും. മാക്സിമം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ണ് അടച്ചിരിക്കും. ഇതിനകത്ത് കോമഡി കൂടെ പറയാം. കോമഡിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ വാർത്ത വന്നു. അപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കും, ഞാൻ കണ്ണടച്ചായിരിക്കുന്നു. പരമാവധി കണ്ണടയ്ക്കാൻ ശ്രമിക്കും, ഉറങ്ങുകയല്ല ശരിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, ആ പത്രത്തിലൊക്കെ വായിച്ചു, പക്ഷേ വണ്ടിയെക്കാളും ഇരുന്ന് ഉറങ്ങുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഇനിമേ ഉറങ്ങാനും പറ്റൂലല്ലേ, തോന്നിയാൽ പോലും. അല്ല, ഇനി അത് അങ്ങനെയല്ല ബൈജു, ഇനി വേണേൽ ഉറങ്ങാമല്ലോ. ഇത് നമ്മൾ ഇതുവരെ ഉറങ്ങിയില്ല, നാളെ ഉറങ്ങാമല്ലോ എന്ന്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ശരിക്കും വേണമെങ്കിൽ, അതായത് രാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോഴും നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിയേറ്റിവിറ്റി കൂട്ടാവുന്നൊരു കാര്യമാണല്ലോ അല്ലേ? വാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റും. വാര് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്, പക്ഷേ ഒരു കഥകളിയിലാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഫോട്ടോഗ്രാഫി അർപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. കലാമണ്ഡലം ഗോപിയാശാൻ്റെ 1 ലക്ഷത്തോളം ചിത്രങ്ങൾ വാര്യരുടെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല, ആശാൻ ഒരിക്കലും കെട്ടാത്ത സ്ത്രീവേഷം പോലും വാര്യർക്ക് വേണ്ടി അദ്ദേഹം വേഷം കെട്ടി ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മന്നൂരിൻ്റെ അല്ലേ, അമ്മന്നൂരിൻ്റെ ഗോപിയാശാനെ സംബന്ധിച്ച് ഈ പറഞ്ഞ വലിയ ഭാഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആശാനെ പരിചയപ്പെടുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ മലയാളി പേരിൻ്റെ ഞാൻ പഠിക്കുന്നത് 84-ൽ ഒരു സെക്രട്ടറി ആയപ്പോൾ ലിസ്റ്റ് ചെയ്തൊരു കഥകളി നടത്തണം. അത് അന്ന് അപ്പഴേ അപ്രൂവൽ ചെയ്തു. അന്നേരം നമ്മൾ ഗോപിയാശാനെ കേട്ട് പരിചയമുള്ളൂ. അദ്ദേഹത്തെ പോയി വിളിച്ച് വരാമെന്ന്. പക്ഷേ അന്ന് വന്നില്ല. അന്ന് കലാമണ്ഡലം ട്രൂപ്പ് പോലെ വന്നുകൊണ്ട് വന്നില്ല. അന്ന് തൊട്ട് അദ്ദേഹം കളിക്ക് വരാത്തതുകൊണ്ട് എന്നോട് കൂടുതൽ അയ്യോ വിളിച്ചിട്ട് വന്നില്ലല്ലോ, ഇനി വരും വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അടുപ്പമായി. അദ്ദേഹത്തിന് പുറകെ പോയി അദ്ദേഹത്തോടുള്ള വേഷം മുഴുവൻ കെട്ടിച്ചു. അപ്പോൾ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം. മക്കളുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത് കൊടുത്തു. വലിയ അടുപ്പമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വേഷം കെട്ടി. ഇപ്പോൾ ഹനുമാൻ കെട്ടി, പരശുരാമൻ കെട്ടി, ബാലി കെട്ടി, ഏത് കെട്ടും അതിലൊക്കെ പറയും. എന്നാൽ വന്ന് കെട്ടും. വെറൈറ്റി വേഷം കിട്ടും, ഭയങ്കര പബ്ലിസിറ്റി വരും. നമ്മൾ വിളിച്ച ഏത് വേഷം കിട്ടുമെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി വരും. അങ്ങനെ വന്നപ്പം എനിക്കൊരു കൊതി, ഒരു സ്ത്രീ വേഷം കെട്ടണം. അപ്പോൾ ഞാൻ വീട്ടിൽ ഒരു ദിവസം ചെന്നപ്പം ആശാനാണ് ഞാൻ ചോദിച്ചു, ഇറങ്ങുന്നവരെ ചോദിക്കുന്നത്, ആശാന് ഒരു സ്ത്രീ വേഷം ആയാലെന്ന് ചോദിച്ചു. അത് വേണ്ട രാധാകൃഷ്ണൻ, നീട്ടി വരും, അത് വേണ്ട രാധാകൃഷ്ണന്മാരെ ലാസ്യം കുറയും, എനിക്ക് പ്രായമായില്ല. അന്ന് ആശാൻ വീട്ടിൽ വേഷം കെട്ടി തന്നാൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് വേണേ അതാവാന്ന് എപ്പോഴും പറഞ്ഞു. അതാവാന്ന് പറഞ്ഞു. ഞാനീ പോന്നു. ഒരാഴ്ച എന്ത് ആവശ്യം വിളിച്ച വൈഫ് എടുത്ത് ചേച്ചിയെ ഫോൺ എടുത്ത്, ഈ രാധാകൃഷ്ണന്മാർ ഇവിടെ അന്വേഷിച്ചു സ്ത്രീവേഷം കെട്ടിക്കാനൊന്നും വന്നില്ല. അന്നേരം ഞാൻ വിളിച്ചു. അവനോട് പറഞ്ഞു വരൂ വേഷം കെട്ടാം, ഈ സഹായികൾ വേണമെന്ന് പറഞ്ഞു. അന്നേരം വേഷം കൊണ്ടുവന്നൊരു യൂണിറ്റ് ഒരുക്കാൻ 2 പേര് വന്നു. നമ്മൾ കർട്ടനൊക്കെ ഇട്ട് 2 കഥകൾ മുഴുവൻ ആശാൻ
പദം പറയുമ്പോൾ ആശാൻ ശിഷ്യം പദം പറയുമ്പോൾ ആശം കിട്ടും. അങ്ങനെ വേഷം കിട്ടുന്നത് ഒരാൾക്കും കിട്ടിയിട്ടില്ല ഈ ഭാഗ്യം. പിന്നെ എല്ലാ വേഷവും എത്ര കഥകളൊക്കെ കഥകളിലുള്ള എല്ലാ കഥകളും, പ്രത്യേകിച്ച് ഈ പ്രഹ്ലാദത്തിലെ നരസിംഹം, പിന്നെ ഈ പറഞ്ഞ പരശുരാമൻ, ബാലി, അങ്ങനെ എല്ലാ വേഷങ്ങളും ആദ്യമല്ല അണിയറ അവിടെ കയറി തൊട്ട് ഈ വേഷം തീർന്ന പടങ്ങളിലുണ്ട്. ഇതെല്ലാം കഴിയും വേഷം കിട്ടി എന്നെ കണ്ടോണ്ട് വിളിക്കും, എന്താ വേണ്ടതെന്ന് ചോദിക്കും, പോസ്റ്റ് ചെയ്യണം. വേറെ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആശാൻ മണി രാംകുട്ടി നായർ, പത്മഭൂഷൺ അദ്ദേഹം ഒന്നും അടിപ്പില്ല. അദ്ദേഹം കുറച്ച് ഗൗരവമാണ്. ആശാനാണ്, കള്ളച്ചിട്ടയുടെ ആളാണ്. പക്ഷെ പുള്ളിയുടെ നമ്മൾ ക്യാമറ കൊണ്ട് ഒന്നും സമ്മതിക്കത്തില്ല, അരങ്ങത്ത് മതി എന്ന് പറയും. ഇദ്ദേഹം അങ്ങനെയല്ല, നമ്മളെ വിളിക്കും. പിന്നെ നമുക്ക് കണ്ടറിയാം സ്റ്റേജിൽ നമുക്ക് വേണ്ടി ആശാൻ നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റിയാലേ ആശാൻ ആ പോസ് മാറ്റുള്ളൂ. ഭാഗ്യ പടം എല്ലാം. അപ്പോൾ ഈ ഉറക്കമില്ലായ്മയുടെ പ്രധാനപ്പെട്ട കാരണം കഥകളി ആണെന്നുള്ളത് സത്യമാണ്. ഞാൻ പറയുന്നത് ശീലം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കഥകളി ഇത്ര അധികം ഇഷ്ടപ്പെട്ടത്? ഏത് സമയത്ത് അങ്ങനെ ഒരു ഇഷ്ടം വന്നത്? അത് നമ്മുടെ നമ്മുടെ പാരമ്പര്യം, ജീവിത സാഹചര്യം അങ്ങനെയുണ്ടല്ലോ. ഞങ്ങൾ ഈ ഭാര്യമാരാണല്ലോ അമ്പലവാസികൾ. എൻ്റെ അച്ഛൻ വലിയ കഥകളിപ്രിയനാണ്. പിന്നെ അഷ്ടശ്ലോകം, അങ്ങനെ വലിയ ഇതിനോടൊക്കെ ഒരു കൂറും സ്നേഹമുള്ള ആളാണ്. അമ്പലത്തിൽ തൊട്ടടുത്ത വീട്. അപ്പോൾ വെളുപ്പിൽ ഞങ്ങൾ എഴുന്നേൽപ്പി വലിയ വേഷം കാണിക്കാറുണ്ട്. മതി ദുര്യോധനത്തിലൊക്കെ അതൊക്കെയാണ്. അന്നേരമൊക്കെ നമ്മൾ 10ാം ക്ലാസ് വിദ്യാഭ്യാസ സമയത്ത്. ഇത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ആർട്സ് പഠിക്കാം. അത് ഞാൻ ഈ എൻ്റെ ബാലിക 5 മുതൽ 7 വരെയൊക്കെ ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ വീടും GK വായിട്ടെന്ന് ആർട്ടിസ്റ്റാണ്. ഈ ചുവർച്ചിത്രകളിലെ രാജാവെന്നൊക്കെ പറയും, തിരുവനന്തപുരത്തൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് മീഡിയ ഒന്നും ഇല്ലാതെ പബ്ലിസിറ്റി ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് ചിത്രകല പഠിച്ചു. അപ്പം വീട്ടിൽ പറഞ്ഞു ചിത്രകല പഠിച്ചതല്ലേ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഡിഗ്രി കഴിഞ്ഞ് പടം വരയ്ക്കാൻ പഠിക്കാൻ പോകും. അങ്ങനെ പടം വരയ്ക്കാൻ പോയി 2 കൊല്ലാതെ പഠിച്ചു. അപ്പം നമുക്ക് ചിത്രകലയിൽ നമ്മൾ പടം വരെ പഠിക്കാൻ കുറേ കളർ വരും അല്ലേ, കളർ പടം വരും. അങ്ങനെ കളറിൽ വന്ന് ഈ അച്ഛൻ്റെ ഒരു സപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ അതൊക്കെ കലകൾ കാണാൻ തുടങ്ങി. സാഹചര്യം അമ്മയുടെ ഫ്രണ്ടല്ലേ, സാഹചര്യം വന്നപ്പോൾ കഥകളി കാണാൻ പോയി. അന്നേരം നമ്മളിത് മനസ്സിൽ പതിയും. അപ്പം നമ്മൾ ഉദ്ദേശിച്ചു ഒരു ക്യാമറ ഉപയോഗിച്ചാലോ. അങ്ങനെയാണ് ശരിക്കും തുടങ്ങിയത്. കഥകളി ഫോട്ടോഗ്രാഫി നിർത്തിയെടുത്തല്ലേ? കഥകളി ഫോട്ടോഗ്രാഫി അത് ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലം വന്നപ്പോഴത്തേക്കും ഒരു തടസ്സം വന്നു. പിന്നെ നമുക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങളുണ്ട്. ഗോപിയാശാൻ അഭിനയം നിർത്തി, അരങ്ങ് നിർത്തി. ആശാൻ്റെ അവസാന കാലത്ത് നമുക്ക് കാണാൻ മേലത്തെ അവസ്ഥ വന്നു. ആശാൻ തീരെ വയ്യ. അപ്പോൾ കാണിക്കുന്ന കാണും നമുക്കൊരു വിഷമം തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ നിർത്തിയതാണ്. പിന്നെ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോപിയാശാൻ ആശാൻ, പത്മനാഭനാശാൻ, രാംകുട്ടി ആശാൻ, പിന്നെ ഒരു കീഴ്പ്പടം കുമാരനാർ, പത്മശ്രീകളാണ്, കോട്ടക്കൽ ശിവരാമൻ, ഇവരുടെയൊക്കെ എല്ലാ വേഷങ്ങളും ഞാൻ ചെയ്തു വെച്ചു. ഇത്രയും പേർക്ക് മാത്രമേ ഉള്ളൂ ഒരാചാര്യസ്ഥാനം. പുതിയ ആർക്കും ആചാര്യസ്ഥാനമില്ല. പക്ഷേ എങ്കിലും ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇതൊക്കെ നിർത്തി ഇത്രയും വർഷം വീണ്ടും ഉറങ്ങാവുന്നൊരവസ്ഥയായിരുന്നല്ലോ. കാരണം ഇനിയിപ്പം രാത്രിയിൽ ഉറങ്ങാതിരുന്ന് ശീലമായിരിക്കും. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ കുറച്ച് എഴുതി പിടിക്കുകയോ ചെയ്യും. അതിനുണ്ട് വായനയുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. നമ്മൾ ഫ്രീ ആകുമ്പോൾ 9 ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ താമസിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പം കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ നിങ്ങൾ ഉറങ്ങുന്നില്ലേ? അതാ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. അവർ ഇടുക്കിയിലൊക്കെ അവർ ഇടുക്കി വൈഫിനെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടാക്കിയാൽ ജോലി ഇടുക്കി ജില്ലയിലോട്ട് പോയി. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കാണുക, മോക്കാണെങ്കിൽ ജോലി കിട്ടിയ വേറെ സ്ഥലത്താണ്. അതും ഒരു കാരണമാണോ? കാരണം വെച്ചാൽ നമ്മളിപ്പം കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങളൊന്ന് കിടക്ക് എന്തെങ്കിലും പറയുന്നത് പോലും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക്. അല്ല അങ്ങനെയാവാം. അല്ലേ? അതുകൊണ്ട് നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ ഈ ബന്ധുക്കട മേടിച്ചു കിടക്കുന്നില്ലെന്ന് ചോദിക്കുന്ന പോലെ നമ്മളിപ്പോൾ അത് ചോദിക്കുന്നില്ല. ഞാൻ തന്നെ ഒന്ന് കിടക്ക് എന്നോട് തന്നെ പറയും. എന്നോട് തന്നെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ദിനചര്യ അല്ല രാത്രിചര്യ എങ്ങനെയാണ്? എത്ര മണിക്ക്? ഞാനിപ്പം 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ സിസ്റ്റം എടുത്തിട്ട് ചില പാട്ട് കേൾക്കും. നമ്മളൊരു ഇങ്ങനെ ഫോണിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, കഥകളിപ്പദമാണ് കഥകളിപ്പദം, പിന്നെ TM കൃഷ്ണയുടെ കച്ചേരികൾ, അതിന് വീഡിയോ കാണും, സിനിമ കാണും. പഴയ സിനിമ ഈ ഭരതൻ്റെ സിനിമകളൊക്കെ ഇല്ലേ, ചാട്ട, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സിനിമ കാണും, യവനിക, അങ്ങനെ കുറേ സിനിമകൾ കാണും. അപ്പോൾ ഒരു 12 മണിയാവും. അന്നേരം അതൊക്കെ നമ്മൾ കസേര വലിച്ചിടും. കസേരയൊക്കെ വലിച്ചിടും പുറം വേദനെടുക്കും. അപ്പോൾ നമ്മൾ ഇതിടും 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. 4 മണിക്ക് എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദിനചര്യകൾ കാര്യങ്ങൾ ഒരു 2 മണിക്കൂർ വെറുതെ കണ്ണടച്ചിരിക്കുകയാണ്. 2 മണി 3 മണിക്കൂറൊക്കെ കിടക്കും. ശരി, വല്ലാത്തൊരു ജീവിതം കേട്ടോ. കുഴപ്പമില്ലേ? എനിക്ക് വന്ന് വാരർക്ക് ഏറ്റവും പറ്റിയ പണി പോലീസിലായിരുന്നു. കാരണം രാത്രിയിൽ റോന്തിനൊക്കെ പോകുമ്പോൾ ഉറക്കമൊന്നും വരാതെ ഏത് കള്ളന്മാരെയും പിടിക്കാൻ പറ്റുമല്ലോ. അല്ല, അപ്പോൾ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ടെൻഷനുണ്ട്. എനിക്കെന്താ ടെൻഷൻ? നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യും. ഇതുപോലെ ഉറങ്ങാത്ത ആരെല്ലാം പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങും. 2-3 മണിക്കൂർ പറയും.
പിന്നെ ഒരാൾ എന്നോട് എന്തോ വൈരാഗ്യം തീർത്തു, നിങ്ങൾ മാത്രം എൻ്റെ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു തുടങ്ങാൻ. ഞാൻ ശരിയെന്ന് എവിടെ വെച്ച് അന്ന് ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു. ഈ പത്രത്തിൽ വന്നേ പിന്നെ ഞാൻ ഈ കല്യാണങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയമല്ലേ ഭയങ്കര ആൾക്കൂട്ടം എന്നെ കാണും, ഓടി വരും. പിന്നെ ഞാൻ ഒളിച്ചോടാൻ തുടങ്ങി, മാറി. അങ്ങനെയൊക്കെ ഉണ്ടായി കേട്ടോ, രസമായിരുന്നൊരു കാലം. അപ്പോൾ ഈയിടെ ഒരു ഹോട്ടലിൽ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞപ്പോൾ ഭാര്യ പതക്കെ എനിക്ക് നോക്കിയിട്ട് ഉണ്ട് ഉറങ്ങാറുണ്ടെന്ന്. ഈ ഉറങ്ങാറുണ്ടെന്ന് പലപ്പോഴും ഇപ്പം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വീണ്ടും എൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകണല്ലേ, അത് പ്രശ്നമാണ്. അത് എൻ്റെ അമ്മ തന്നെ പറഞ്ഞു. അമ്മയുടെ ഞാനിത് ഭാര്യ ഇന്റർവ്യൂ അമ്മ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ഉറങ്ങുന്നുണ്ടോ ഇപ്പോൾ ഉറക്കമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വാർത്ത കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഉറക്കമാണ്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറയും ഇത് കഴിയുമ്പോൾ ഞാൻ നാളെ ഉറങ്ങില്ല. നമുക്കിനി അറിയില്ല, ലൈഫിനെ കുറിച്ചൊന്നും അറിയത്തില്ല, മനുഷ്യജീവനല്ലേ. ഇപ്പൊ എത്ര വയസ്സാ? 60 വയസ്സ് ആയോ? 63. പറയാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു ജീവിതത്തിൽ ആകെ തുടക്കത്തിലുള്ള 10-20 വർഷം ഉറങ്ങിയിട്ടുള്ളൂ. കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഉറക്കം അത് എനിക്ക് തോന്നി അന്നൊക്കെ നമ്മൾ ഇന്നത്തെ ലൈഫല്ല. അപ്പോൾ അച്ഛൻ 7 മക്കൾ, അപ്പോൾ എല്ലാവരും അച്ഛനെ പോറ്റി വളർത്തണ്ടേ. അങ്ങനെ അന്ന് നമ്മുടെ സാഹചര്യമൊക്കെ എനിക്ക് തോന്നുന്നില്ല വലിയ ആലോചിക്കാനുള്ള ഇതായില്ല. എന്നാലും കിടക്കുമ്പോൾ 4 കെട്ട്, അപ്പോൾ 4 കെട്ട് ഭയങ്കര വെള്ളം വീഴും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്നത്. കിടക്കുമ്പം ഭയങ്കര തണുപ്പാണ്, മഴയല്ലേ, കിടന്നോളം മതി, പുതപ്പിച്ചേക്കാന്ന് മതി, പുതപ്പില്ല. അന്നത്തെ സാഹചര്യമല്ല, ലൈഫ് മാറി ഇല്ലേ, അന്നത്തെ സാഹചര്യമൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഉറങ്ങാൻ കൊതിയാവുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, 2 ദിവസം ഉറക്കളച്ച് കഴിയുമ്പോൾ. അങ്ങനെയൊന്നും ഒരു കൊതിയൊന്നുമില്ല. ഇല്ല, ഒന്നിനോടും എനിക്ക് ആശ, കിടന്നുറങ്ങുന്നൊരു അസുഖമൊന്നുമില്ല. ഉറങ്ങട്ടെ, എന്നെ ശല്യപ്പെടുത്തുന്ന ഇഷ്ടമല്ല. എങ്കിലും ഒരു ടെൻഷൻ ഉണ്ടോ? 63 വയസ്സായി, 63 കേട്ടോ, കുറയ്ക്കരുതേ. ഇല്ല, 63 വയസ്സായപ്പം ഇനി ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊക്കെ വരാവുന്നത്. അപ്പോൾ ഈ ഉറക്കമില്ലായ്മ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമെന്നൊരു ടെൻഷൻ ഉണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം കുറച്ച് ഡോക്ടർമാർ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഒന്ന് ബന്ധിച്ചപ്പോൾ കുറച്ച് നടക്കണം, മരുന്ന് കഴിക്കണം, മരുന്നിന് 15% ഭക്ഷണം കഴിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഷുഗറുണ്ട്, പ്രഷറൊന്നുമില്ല. അപ്പം ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഷുഗർ ചെറിയതായിട്ട് കുറയും, അതെനിക്കറിയാൻ പറ്റും. അങ്ങനെ പ്രഷറില്ലാത്തതിന് അത്ഭുതം. ഉറക്കമില്ലായ്മയും പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഷുഗർ പാരമ്പര്യത്തിൽ വന്നായിരിക്കും, അത് ഞാൻ മരുന്ന് കഴിക്കും. ഈ കണ്ണട വെച്ചിട്ട് എത്ര അല്ലേ? കണ്ണട വെച്ചിട്ട് അത് 15 കൊല്ലമായി. അത് കുറെ കാലം കഴിച്ചിട്ടാണ്. അത് ഈ ഉറക്കമില്ലായ്മയുടെ പ്രശ്നം കണ്ണിൽ അതും ആവാം. പിന്നെ നമ്മുടെ അച്ഛനൊക്കെ കണ്ണട വെക്കുമായിരുന്നു, പ്രായത്തിൻ്റെ ഒക്കെ വരും, കണ്ണ് വെള്ളെഴുത്ത് പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വരുമായിരിക്കും. അതിനെക്കുറിച്ച് വലിയ ബോധമില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇഷ്ടപ്പെടുത്ത ജീവിക്കുക, അതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ആരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. നമ്മുടെ കഥകളിയുടെ പുറകെ പോവുക, കോഴിയാട്ടത്തിന് പുറകെ പോവുക, കുടുംബക്കാരുടെ പുറകെ പോവുക, ബന്ധുജനങ്ങളെ പുറകെ പോവുക, അതൊക്കെ പോരെ, അങ്ങനെ അടിച്ചു പൊളിക്കുക. പിന്നെ ആഡംബര ജീവിതം താല്പര്യമില്ല. നമുക്ക് കാറ് വേണം, ബൈക്ക് വേണം, ഇതൊക്കെ അത്യാവശ്യം കയ്യിലുണ്ട്. Your dream is your reflection. It discovers the real you. Your dream is your power, and your power your future. Niche University. We care for your dreams. നമുക്ക് അധികം ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉറക്കം വരുന്ന പരിപാടി. അങ്ങനെ പോലും വരില്ല. ഞാനേ ബൈക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാർ എനിക്കുണ്ടായിരുന്നു. കാർ ഞാൻ കുറേ കാലം ഓടിച്ചിരുന്നു. അപ്പം പിന്നെ മകൾ പിടിച്ചു. അപ്പോൾ പിന്നെ മകൾ ഓടിക്കും. പിന്നെ അത്യാവശ്യം ഫ്രണ്ട്സ് ഒന്ന് കാർ ഓടിക്കും. ഞാനത് അത്ര ഒരു ശീലമില്ല കാർ ഓടിക്കുന്നില്ല. അത്യാവശ്യം വണ്ടി ഓടിക്കും. ബൈക്കാണെങ്കിൽ പോലും ബൈക്ക് ഞാനുള്ളത് പറയാം. ഈ നമ്മൾ കഥകളി കാണാനൊക്കെ വരുമ്പോഴേ എനിക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് എന്താ കണ്ടൊരു ഇങ്ങനെ ഒരു ഇത് വരുന്നതെന്ന്. എനിക്കൊന്ന് എന്താ പറയുക, ഉറക്കമല്ല, എന്നാലും നമുക്കൊരു ബുദ്ധിമുട്ട് വരും. എന്നാൽ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയെടുക്കും. അതൊക്കെ പ്രശ്നം വരും ചെറുതായിട്ടൊക്കെ. കണ്ണ് ഡോക്ടർ ഇതുവരെ കാണിച്ചില്ലേ? നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ നമ്മൾ ലൈസൻസൊക്കെ എടുക്കുന്നത് അന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് കണ്ണട പോകുമ്പോൾ നമ്മൾ കണ്ണട മാറ്റണ്ടേ, അന്നേരം ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് പറയും. അന്നേരം ചെക്ക് ചെയ്ത് അത് നമ്മുടെ പ്രായത്തിനനുസരിച്ച്. അപ്പോൾ ഷുഗറിൻ്റെ കൊണ്ട് വ്യത്യാസം, കണ്ണിന് പവറിന് വ്യത്യാസം വരും. അപ്പോൾ അവർ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയുമ്പോൾ ആധാ കൂടുതലിരിക്കുന്നത്. ഇത്ര പ്രായമുള്ളവർ, ഇത്ര വെയിറ്റുള്ളവർക്ക് ഇത്ര പവർ ഉണ്ടല്ലോ, അത് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും, ഉണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ വ്യത്യാസമില്ല, കുഴപ്പമൊന്നുമില്ല. അതല്ലാതെ കണ്ണിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കഥകളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ 1,00,000 ഫോട്ടോസിനടുത്ത് ഗോപിയാശാൻ്റെ അല്ല, അത് ഡോക്യുമെന്റ് ചെയ്യണ്ടേ? പറയട്ടെ, ഗോപിയാശാൻ്റെ എന്നല്ല പറയുന്നത്, ക്ലാസിക്കൽ ആർട്സ് എന്ന് വേണം കണക്കുണ്ട്. ഗോപിയാശാൻ്റെ ആശാന്മാർ കലാമണ്ഡലം രാമൂർത്തി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, ഇവരുടെ ചിത്രങ്ങൾ
വലിയ കോട്ടകൽ അവിടെയുണ്ട്. അങ്ങനെ കഥകളി ഗോപിയാസൻ തന്നെ എന്നല്ല പറയുന്നത്, ഗോപിയാസൻ്റെ ഉൾപ്പെടെ ഒരു ലക്ഷം പടമുണ്ട്. ഇതിപ്പോൾ മോഹിനിയാട്ടമുണ്ട്, ഭാരതി ശിവജി, അങ്ങനെ എല്ലാവരും മോഹിനിയാട്ടം, നമ്മുടെ ക്ഷേമ ടീച്ചർ, ഇവരുടെയൊക്കെ പടങ്ങളുണ്ട്. പിന്നെ മേതിൽ ദേവിക ഡോക്യുമെന്റ് ചെയ്ത് അത് പറയാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ അന്ന് ഫിലിമായിരുന്നു, ഇത് നമ്മൾ മുഴുവൻ കൺവേർട്ട് ചെയ്തു. പണം ഒത്തിരിയായി. കൺവേർട്ട് ചെയ്ത് ഞാൻ ഇത് ഫയൽ ചെയ്തിട്ടുണ്ട്. പരമാവധി ഡേറ്റ് വെച്ച് ഫയൽ ചെയ്തിട്ടുണ്ട്. പരമാവധി ഒരു ചിത്രം ചോദിച്ചാൽ അപ്പം നമുക്കത് ചിത്രം എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ നമ്മൾ ഈ സ്റ്റിൽസാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷിക പറഞ്ഞു, അവിടെ അത് MG യൂണിവേഴ്സിറ്റി ചേർന്ന അന്നേരം കേരള യൂണിവേഴ്സിറ്റി വിളിച്ചു, സംസ്കൃത സർവകലാശാല വിളിച്ചു. ഇത് കണ്ട് പല കോളേജുകളിൽ വിളിക്കും എക്സിബിഷൻ. അങ്ങനെ എക്സിബിഷൻ ഒത്തിരി ചെയ്യും. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ഗോപിയാശാൻ്റെ ഒത്തിരി ചിത്രങ്ങൾ എടുത്തെടുത്ത് കൂട്ടുന്നുണ്ട്, ആശാൻ്റെ ഒരു ഡോക്യുമെൻ്റ് ചെയ്താൽ എന്താ കുഴപ്പം, നിശ്ചലമല്ലേ, ചലിപ്പിക്കണ്ടേ. അങ്ങനെയാണ് വേഷം കലാകാരൻ ഗോപിന് വന്നൊരു നമ്മൾ ചെയ്തത്, ഡോക്യുമെൻ്ററി ചെയ്തു. 50 മിനിറ്റ് ഉണ്ട്. ഈ മോഹൻലാലും നെടുമുടി വേണു അങ്ങനെ കുറേ പേരെടുത്ത് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള ഒരു അപ്പം അത് പഠിക്കണം വേണ്ടേ. അത് ഞാൻ നമ്മൾ സംവിധാനം ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ കുറേ സാങ്കേതിക പഠിക്കണം. അത് ഞാൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നമ്മുടെ സതീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാമറമാൻ, ജിത്തു ജോസഫിൻ്റെ പടമില്ല ചെയ്യുന്നത്, ഞങ്ങൾ വലിയ കൂട്ടം, പുള്ളി കുട്ടിക്കാലം പോലെ കൂട്ടാം. അപ്പം സതീഷ് കുറുപ്പിനാണ് സംസാരിച്ചത്, സതീഷ് കുറുപ്പ് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുകവലിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു, തമസോമ ജ്യോതിർഗമയാന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്ര സാർ അഭിനയിച്ചു, പി ബാലേന്ദ്രൻ പുള്ളി അഭിനയിച്ച് നെടുമുടി വേണു നറേഷൻ. അപ്പം അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോപിയാശാൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അത് കഴിഞ്ഞ് ഇദ്ദേഹം അനുവദിക്കണം വേണ്ടേ, നമ്മൾ പഠിച്ചിട്ട് വേണ്ടേ പോയി ചോദിക്കാൻ. അന്നേരം ഞാൻ പോയി ചോദിച്ചു, അസലിങ്ങനെ ആഗ്രഹമുണ്ട്, പടങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ചെയ്താലും ആവാം അതാവാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഇതായി. എന്നാൽ സതീഷ് കുറുപ്പായിട്ട് ആലോചിച്ച് എന്നാൽ നമുക്ക് 1 വർഷം വേണം സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ആശാൻ്റെ ഏത് രീതി വേണം. അപ്പോൾ അടൂരിൻ്റെ അവിടെ വന്നിട്ടുണ്ട്, അത് അതിൻ്റെ രീതി പോകാതെ നോക്കാതെ അദ്ദേഹം ഇതുവരെ ചെയ്ത് എന്തൊക്കെ ചെയ്തു, അതനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കംപ്ലീറ്റ് പൂർണ്ണമാക്കി ചെയ്ത് ഭയങ്കര തൃപ്തിയാണ്. അങ്ങനെ നമ്മളൊരു ഗോപിയാശാൻ ഡോക്യുമെൻ്റ് ചെയ്തു. അതിനനുസരിച്ച് പറഞ്ഞാൽ ഒരു കുറേ കാലം എടുത്തു. ഹോംവർക്ക് ഒരു കൊല്ലം ചെയ്തു. അത് ഈ മോഹൻലാലിൻ്റെ സൗകര്യം, നെടുമുടിയുടെ സൗകര്യം, വിളിച്ചു പോരുന്നതാണ് ജർമ്മനിയിലേക്ക് ഇങ്ങോട്ട് ആയിരിക്കാൻ, അതൊക്കെ നല്ല ക്ലോസാണ്. അത് പൂർത്തിയാക്കി ചെയ്തു. ഇപ്പം കലാമണ്ഡലത്തിൻ്റെ സപ്പോർട്ടൊന്നും ഇത്തരം ഡോക്യുമെന്റേഷനുകൾ കിട്ടിയില്ല. ഇല്ല, കലാമണ്ഡലത്തിൽ എൻ്റെ ഫ്രണ്ട് കെ പ്രസന്നകുമാർ എന്ന് പറഞ്ഞു. പ്രസന്നകുമാർ ഫാദറിൻ്റെ അവിടെ സെക്രട്ടറിയാണ്. അദ്ദേഹം 3 കൊല്ലം അവിടെ കഥകളിയുടെ ഫോട്ടോ എടുക്കാൻ പിടിച്ചതാണ്. അങ്ങനെ ഈ വെറൈറ്റി ഫോട്ടോസൊക്കെ കിട്ടിയത്. നമുക്ക് അത് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്തു, നമുക്കൊരു പ്രോത്സാഹനം കിട്ടിയില്ല, അവിടെ പ്രദർശിപ്പിച്ചില്ല. ഈ വേഷകലാകാരൻ ഗോപി അന്ന് ഗോപിയുടെ ഗസ്റ്റ് അധ്യാപകൻ. പക്ഷെ അന്ന് നമ്മൾ അവിടെ വെച്ച് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് അവിടെ അവസരം കിട്ടിയില്ല. പുതിയ VC വന്നപ്പോൾ ഞാനിങ്ങനെ പരാതി പറഞ്ഞപ്പം അത് കുഴപ്പമില്ല ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, അവിടെ ഇട്ട് കാണിച്ചു. അന്നേരം ഇട്ട് എന്നെ ചേട്ടൻ വരാത്തത് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൈയടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രോത്സാഹനമില്ല അവിടെ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഇടുമ്പോൾ നമ്മൾ അറിയിച്ചില്ല. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം വാരുടെ കാര്യത്തിൽ വേറൊരു പകലൊക്കെ ഈ കല്യാണ ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുമായിരുന്നു. പക്ഷെ രാത്രിയിലൊക്കെ ഈ ഒരു കഥകളി ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്ന യാതൊരു വരുമാനവും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല അല്ലേ ആ കാലത്ത്? അക്കാലത്ത് വരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കൊരു ഭൗതികമായിട്ടൊരു സൗകര്യമുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അതല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ നമുക്ക് പറഞ്ഞത് ഇപ്പം ഒരു ഹോബി ആയിട്ട് മാത്രമല്ലേ ഈ കഥകളി ഫോട്ടോസ് കൊണ്ടുനടക്കാൻ പറ്റുമായിരുന്നുള്ളൂ. തീർച്ചയായും ആ കാലത്ത് യാത്രയുടെ ചെലവും ഒന്നും ആരും തരത്തില്ല. പക്ഷേ നമുക്ക് അതിന് വരുമാനമുണ്ട്. കല്യാണ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല വരുമാനം ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയപ്പോൾ ഈ ക്യാമറ തന്നേ ഉള്ളൂ, വേറെ ആരും തന്നിട്ടില്ല. ഇപ്പം നമ്മൾ കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ക്യാമറയിൽ കൂടെ കിട്ടിയതാണ്. നമ്മളിപ്പോൾ കോവിഡ് കാലം കഴിഞ്ഞപ്പോഴാണ്, മോടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് നിർത്തിയത്. നിർത്താൻ കാരണം പുതിയ തലമുറ വരട്ടെ. അങ്ങനെ നമ്മൾ വട്ടം പിടിച്ച് കിടക്കേണ്ട കാര്യം മാറി. എന്നാൽ അപ്പം ചിലർ പറയും പുതിയ രീതി അറിയില്ല. എല്ലാ രീതി അറിയാം, പുതിയ രീതി അറിയാം, പഴയ രീതി അറിയാം, പുതിയ രീതി ചെയ്യാം. അങ്ങനെ കുഴപ്പമില്ല. ആരും ഈ എത്ര കഥകൾ കണ്ടിട്ടുണ്ടാവുന്ന കണക്കെടുത്തിട്ടുണ്ടോ? അയ്യോ, ആയിരക്കണക്കിന് കണ്ടിട്ടുണ്ട്, ആയിരക്കണക്കിന്. പിന്നെ എന്തുമാത്രം സ്ഥലത്ത് പോയി താമസിച്ച് ഈ കാറമണ്ണയിലും തിരുവനന്തപുരത്തും. ഇപ്പോഴൊന്ന് ഗോപിയാശാൻ്റെ ഒരു കാലം കഴിഞ്ഞപ്പോഴാണ് കുറച്ചത്. ഏറ്റവും നല്ല കലാസ്വാദകർ, കഥകളി ആസ്വാദകരുള്ള ഏത് സ്ഥലത്താണെന്ന് തോന്നിയിരിക്കുന്നത്? ശരിക്കും കുടുംബം അടച്ച് ഒരു കുടുംബം മൊത്തം കഥകളി കാണാൻ വരുന്നത് തൃശ്ശൂർക്ക് അപ്പുറം വടക്കോട്ട.
തിരുവിതാംകൂറിൽ നമ്മുടെ കോട്ടയത്ത് ആസ്വാദകരുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ കുറവാണ്. ചിലതൊക്കെ 50 പേരേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ കൂടിയാട്ടമൊക്കെ എടുത്ത് 15 പേരേ ഉള്ളൂ. അങ്ങാരൂപത്തിൽ 30 പേര് ഇപ്പോഴും അതാണ്. പക്ഷേ ഈ തൃശ്ശൂർ കഴിഞ്ഞാൽ എനിക്കത് കുടുംബമായിട്ട് വരും. കോട്ടയത്ത് അത്യാവശ്യമേ ഉള്ളൂ. മറ്റ് വടക്കോട്ടൊക്കെ നല്ല കുറേ കൂടെ ഈ ഒത്തിരി കളരികളുണ്ട് ആശാന്മാരുടെ. അവിടെയൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടവർ പഠിക്കുക, പെൺകുട്ടികളൊക്കെ പഠിക്കുക, പാടുക എല്ലാം ഉണ്ട്, ചണ്ടകൂട്ടുകയെല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഒരു പ്രോത്സാഹനമില്ല. ആദ്യം ഒരു കാര്യം പറഞ്ഞു, കോട്ടയംകാരുടെ കാര്യം പറഞ്ഞു. കോട്ടയത്തെ സംസ്കാരം അതാ. ടൗണിലാണ്ട് 9 ബാറുണ്ട്. ടൗൺ അവിടെ ഇവിടെ ബാറുണ്ട്. വേറെ നമുക്ക് ആസ്വദിക്കാൻ ഒരു കടലില്ല. കായൽ കുമരകത്തുണ്ട്, അവിടെ സാധാരണക്കാർക്ക് പ്രവേശനമില്ല, റിസോർട്ടുകാർക്ക് പ്രവേശനം ഇല്ലേ? സത്യമല്ല. അപ്പം നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു പാർക്കില്ല, ഇല്ല. ഈ കോൺക്രീറ്റ് സംസ്കാരമാണ് അവിടെ. ബാർ മാത്രമേ ഉള്ളൂ. നമ്മൾ പണ്ട് തമാശ പറയായിരുന്നു, കോട്ടയം സിറ്റിയിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ മദ്യപിക്കാത്ത 3 പേരെ ഉള്ളു. ഒന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമ, ഒന്ന് പി ടി ചക്കയുടെ പ്രതിമ, ഒന്ന് മാപ്പിയുടെ പ്രതിമ, അല്ലേ? എന്ന് പറഞ്ഞാൽ കോട്ടയം നഗരത്തിൽ ഉറങ്ങാത്ത ഒരു മനുഷ്യനുള്ളൂ, അത് ഇരിക്കുന്ന രാധാകൃഷ്ണൻ. ഞാനേ ഉറങ്ങാത്ത കാര്യം തന്നെയല്ല, അവിടെ കോട്ടയത്തൊരു നമുക്ക് പറ്റിയ സംസ്കാരം ഇല്ല. ഈ വാരൊക്കെ ഇപ്പം ഒരു റിസർച്ച് മെറ്റീരിയലായി കൊടുക്കരുതോ ഡോക്ടർമാർക്കൊക്കെ? ഇങ്ങനെ ഉറങ്ങാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ള എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അന്ന് ഡോക്ടർമാരൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നു. പക്ഷെ ഞാൻ ഇതിന് വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള പറയും ആയുസ് കുറയും, ഞാൻ സാരമില്ല. ആയുസ് കുറയുന്നുള്ള മെയിൻ പ്രശ്നം. നമുക്ക് 10 കൊല്ലം വരെ ചിലപ്പോൾ കുറയാം, ജീവിതത്തിൽ 10 കൊല്ലം കുറയട്ടെന്നേ. കുറച്ചപ്പോൾ എത്ര ആയുസ് ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ 10 കൊല്ലം കുറഞ്ഞെന്ന് അറിയാൻ പറ്റും. ഞാൻ കുറയട്ടെ. വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. എൻ്റെ മോക്കും ഭാര്യയ്ക്കും ഒന്നും ടെൻഷൻ. അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയും. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മോളാണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു ഹോബികൾ, കാര്യങ്ങൾ ആർക്കും പരാതിയില്ല, കുഴപ്പമില്ല. ഇപ്പോഴങ്ങനെ തന്നെ മോളും വൈഫും ഒക്കെ അങ്ങനെയാണ്. നമ്മൾ അച്ഛൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം, അതല്ലേ നല്ലത്? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിശദീകരണം തരാനുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയാം. കാരണം എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്കൊക്കെ ഒരു 6 hours ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെൻഷനാണ്. അത്രയധികം നമുക്ക് മാനസിക ഒരു പ്രശ്നം ഉണ്ടാവും. ശരിക്കും ഉറങ്ങിയില്ലല്ലോ, ഒരു കാര്യം ചെയ്താൽ ശരിയാകില്ല, ഉറക്കം ശരിയാകാത്തതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ 24 മണിക്കൂറും ജോലി ചെയ്യാൻ പറ്റുന്ന പോലെ ഉറങ്ങാതിരിക്കുന്നൊരു മനുഷ്യനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാലും വേറൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് കേട്ടോ. കാര്യം അതിൻ്റെ പിന്നിൽ കഥകളി എന്ന് പറയുന്ന ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപം ഉണ്ടെങ്കിൽ പോലും കഥകളി നടന്മാർ പോലും രാത്രിയിൽ കഥകളി കഴിഞ്ഞാൽ പകൽ കിടന്ന് ഉറങ്ങും സുഖമായിട്ട്. അതെ, ഇതൊരു ഹോബിയായിട്ട് രാത്രി മുഴുവൻ കഥകളി ഫോട്ടോസ് എടുക്കുന്നു, പകല് മറ്റ് ജോലികളിൽ വ്യാപൃതനാകാതെ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അതും ചെയ്യുന്നു. വർക്കിന് പോകുന്നു. കല്യാണം നമ്മൾ ആറാട്ട് ഉറക്കളച്ച് കഴിഞ്ഞ് രാവിലെ കല്യാണ നിശ്ചയ ഫോട്ടോ, ഞാനിപ്പോൾ കല്യാണ നിശ്ചയ ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനെ എന്നോട് ഒരു നമ്മൾ കൂടെ ഒരാൾ കാണും, നമ്മൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നില്ല. അപ്പം ഞാൻ ഞാൻ 2 ദിവസം ഉറക്കളയ്ക്കുന്നു, വീഴാതെ നീ എന്നെ ഹോസ്പിറ്റലിൽ ഒന്നാക്കിയേക്കുന്നു. വീഴയില്ല, എന്നാൽ അത് കുഴപ്പമില്ല, വരേട്ട കൊണ്ടാക്കിയേക്കാന്ന്. എങ്കിലും ആദ്യകാലത്ത് അങ്ങനെ ക്ഷീണമെങ്കിലും തോന്നുമായിരുന്നു രാവിലെ? ഒന്നുമില്ല. എനിക്ക് നമ്മളിപ്പോൾ രാത്രിയിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വേണ്ട, അവർ കിടന്ന് ഉറങ്ങി കാണും എന്ന് വിചാരിക്കും. പക്ഷേ വേറെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിൽ 24 മണിക്കൂർ. ഞാൻ താമസിക്കുന്നത് വരാം. ഇന്നലെ അങ്ങനെ ഞാൻ ഒരാളെന്നെ വിളിച്ചു, ഉറങ്ങി ഞാനില്ല കിടന്നാന്ന് പറഞ്ഞു. എനിക്ക് ബസ് പുള്ളി ചിലപ്പോൾ ദൂരെയാണ്, കിഴക്കോട്ട് പോകണം. 5 മണിക്കേ ഉള്ളൂ, വരട്ടെ 12 ഞാൻ കുഴപ്പമില്ല, ഞാൻ 5 മണിക്ക് 4 മണിക്കാകുമ്പോൾ എഴുന്നേക്കും. അപ്പം പിന്നെ എനിക്ക് നീ ശല്യം അത് വേണ്ട, 4 മണിക്ക് എന്നിട്ട് എൻ്റെ കാര്യം 4 മണിക്കാണ് 4:30. പിന്നെ അത് ഭക്തി എന്നല്ല, നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഒരു 19 കൊല്ലം രാവിലെ 4 മണിക്ക് നമ്മൾ ഫ്രഷായിട്ട് തിരുനക്കരപ്പള്ളി നിർമ്മാല്യം തീർത്ത് ഏറ്റുമാനൂർ തൊഴും. അവിടെ 12 പ്രദർശനം വെക്കും. അങ്ങനെ വർഷത്തിൽ 15 ദിവസം, ഏപ്രിൽ 1 മുതൽ വിഷു വരെ. അങ്ങനെ നമ്മൾ അത്രയും പോയി. നമ്മൾ ഇവിടെ 4 മണിക്ക് തൊഴും, ഇവിടുന്ന് തൊഴുത് കഴിഞ്ഞാൽ ഓടി ഏറ്റുമാനൂർ പോയി 12 വർഷം വെളിച്ചായിട്ട് നല്ല ഇരട്ടത്തലേ പോയി വെളിച്ചായിട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അനുഭവമുണ്ട്. അത് രസമാണ്. പിന്നെ നമുക്കത് ഈ പട്ടികളെ ശല്യം. എനിക്ക് തോന്നുന്നു മറ്റൊരു ജോലി അവരൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് അമ്പലത്തിലെ പൂജാരിയാകുക. രാവിലെ 3:30 അല്ല, തിരുവാർപ്പ എങ്ങനെയാണ്? തിരുവാർപ്പ 2 മണിക്ക് തുറക്കണം. അവന് 1:30. ആ ജോലിയൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങളെ
ഇപ്പം നമ്മൾ എൻ്റെ ഈ ഓർക്കവില്ലായി പറഞ്ഞു, നമ്മുടെ കഥകളി സ്നേഹം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതുകൂടെ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, കാര്യമായ രീതിയിൽ ഈ പറഞ്ഞ പലരും സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അത് 2019 തുടങ്ങി സസ്നേഹം കാരുണ്യം എന്നും പറഞ്ഞു. അന്ന് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് എല്ലാ വീട്ടിലും ക്വാറന്റൈൻ വരും. വളരെ ക്ലോസ് ആയ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ക്വാറന്റൈൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല. അപ്പം നമ്മൾ വിളിക്കും, കൊണ്ടു കൊടുക്കണം. അവിടെ കൊടുക്കുമ്പം അയൽക്കത്തെ പുള്ളി ആരാ ഞങ്ങളോട് കിട്ടുമോ? അങ്ങനെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പം ഞങ്ങൾ 25 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കും. ഭിന്നശേഷിക്കാർക്ക് ഒരു ചെറിയ സംഭാവന കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രവാസി ക്ലാസ്മേറ്റ് പുള്ളി നല്ല സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര തൃപ്തിയാണ്. അത് ഭിന്നശേഷിക്കാർ കുട്ടികൾ, പെൺകുട്ടികൾ 4 പേരുണ്ട്, പിന്നെ ഒന്നുമില്ലാത്തവരാണ്. അവരെ സഹായിക്കുന്നുണ്ട്. എന്തായാലും ആരും അറിയാതെ ചെയ്യുന്ന സഹായമാണ്, ആരും അറിയാതെ. അല്ലാതെ സഹായം കൊടുക്കുന്നതിന്റെ പുറകെ ക്യാമറ ഫോട്ടോ എടുക്കുകയില്ല. നമ്മളിപ്പോൾ ഒരാളിനെ സഹായിക്കാന്ന് പറയും, ഞാൻ പറയും എന്നെ വിശ്വസിച്ച് സഹായിക്കാം, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്ത്, അങ്ങനെയില്ല. അങ്ങനെ എത്ര അതൊന്നും അറിയത്തില്ല. പക്ഷേ ഒരു കണക്കുണ്ട്, അതൊന്നും നോക്കാം. നമ്മൾ 6 പൈസ തന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ ഒത്തിരി രൂപ തരുന്നയാൾ ചില കുറച്ച് രൂപ തരും, കുറച്ച് രൂപ തരുന്നയാൾ അത് ആ കുറച്ച് തരുന്നത് മോശമല്ല, ആ മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണക്ക് ബുക്കുകൾ എഴുതി പബ്ലിക് ആക്കുക, വരവ് ചിലവ് ബോധിപ്പിക്കും. ഞങ്ങൾക്കൊരു പേരുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ സഹായിക്കാനുണ്ട്. നമ്മൾ പടിപടിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓണം, ക്രിസ്മസ് അല്ലെ വിഷുവിനൊക്കെ സദ്യ ഒരുക്കാനായിട്ട് ഇഷ്ടംപോലെ സാധനം. ഓണം കോടികൾ, ഡ്രസ്സ്, ഈ ഡൈപ്പർ, അതെങ്ങനെ എൻ്റെ മനസ്സിൽ വന്നിരിക്കാറില്ല. അല്ല, തീർച്ചയായിട്ടും ഒത്തിരി ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യാം? അങ്ങനെ നമ്മളൊക്കെ രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ജോലിക്ക് പോകും. ഇത് രാത്രിയിലൊക്കെ. അപ്പൊ ഈ ആദ്യകാലത്ത് ആരും ഉറങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂട്ടുകാരൊക്കെ രാത്രിയിൽ വീട്ടിൽ വന്നിരിക്കാനുണ്ട് താല്പര്യം കാണിച്ചു. ഞാൻ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് എനിക്കില്ല. ഞാൻ ഒത്തിരി അങ്ങനെ എൻ്റർടൈൻ ഇല്ല. കൂട്ടുകാർ കൂടിയുള്ള യാത്രകളൊക്കെ അങ്ങനത്തെ നല്ലതാണ്. അങ്ങനെ ഒരു നമ്മളൊരു എല്ലാവരും വിളിച്ചു കൂട്ടി അങ്ങനെ ഒരു കോളേജ് പഠിക്കുന്ന സമയത്ത് അമ്പലങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ കോളേജിൽ നിറയെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങനെ ഒരു നമ്മളൊരു ഇടയ്ക്കൊരു കാസറ്റ് ഷോപ്പ് ആകുമ്പോൾ ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നു. പിന്നെ വർക്കിന് പോയി കഴിഞ്ഞിട്ട് ഈ ആൽബം ഡിസൈനൊക്കെ അങ്ങനെയൊക്കെ കുറേ ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ആൾക്കാർ വരും. ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ഇപ്പോഴും നമ്മുടെ ഓഫീസിലൊക്കെ വന്നിരിക്കാനായിട്ട്. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ട് വരും, എനിക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം ഒരുമിച്ചൊക്കെ ഒരു റൂമിലൊക്കെ ആയിരിക്കും കൂടുന്നത്. ഇവരെല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴും ഭാര്യർക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ വരാതിരിക്കും. പിന്നെ എനിക്കൊരു പൊടി ലൈറ്റും വേണം. ഞാൻ വരാതിരിക്കും, അവർക്കറിയാം. പിന്നെ മഴക്കാരും കയറി കിടക്കും. പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ അങ്ങനെ ഞാൻ പുറത്തിരിക്കായിരുന്നു. സതീഷൊക്കെ വേറെ റൂമിലായിരുന്നു. നല്ല ഇതായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ആയുസ് കുറയുന്നു പറഞ്ഞു കുറയട്ടെ. അതിലൊന്നും വലിയ കാര്യമില്ല. എന്തായാലും ഇപ്പം ഉറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയുള്ള കാലം. അതറിയില്ല. ഇപ്പം അല്ല ഉറങ്ങിയില്ലേ കുഴപ്പമില്ലെന്ന് ഞാൻ പറയാം. പിന്നെ അറിയില്ല, നമ്മൾ അടുത്ത നിമിഷം അതിന് അറിയത്തില്ല. ഇത് ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ അത്ഭുത മനുഷ്യനാണെന്ന് മാത്രമല്ല, നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ഫോട്ടോകൾ കഥകളിയുമായിട്ടും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങളുടെയൊക്കെ ധാരാളം ഫോട്ടോസൊക്കെ ഉണ്ട്. അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചിലവുള്ള കാര്യം കൂടിയാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ കലാമണ്ഡലം ഉൾപ്പെടെയുള്ളവർ വലിയ താല്പര്യം എടുക്കുന്നില്ലെങ്കിൽ താല്പര്യമുള്ള ആരെങ്കിലും കടന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ശരിക്കും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം ഇത്തരം കലാരൂപങ്ങൾ. ഇപ്പോൾ വിദേശികളുടെ മുന്നിൽ മാത്രം അത്ര പ്രോത്സാഹനം ഇല്ല. നമുക്കറിയാം ഓരോ ക്ലബ്ബുകളിൽ കഥകളി ആളില്ല, 50 പേര്, കുട്ടികളില്ല. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പയിൻ നടത്തുക. നമുക്ക് പ്രതി മാസം കിട്ടുന്ന പണം വേണ്ട, കുട്ടികൾ ചേരൂ എന്ന് പറഞ്ഞാൽ കുട്ടികളില്ല. കോട്ടയത്ത് ആരുമില്ല. ഈ 60 വയസ്സുകാർ മാത്രമേ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാരുടെ ഒക്കെ ഫോട്ടോസൊക്കെ എല്ലാം ആരുടെ കയ്യിലുള്ളതൊന്ന് പരീക്ഷിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലാതെ സംഘടനകളെങ്കിലും മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും അവരുടെ ഇനിയുള്ള കാലവും ഉറങ്ങാതെ ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തിരിച്ചു പറയും. ഇനി ഉള്ള കാലങ്ങളിൽ ഉറങ്ങണം. അല്ല, ഇനിയിപ്പോൾ ഉറങ്ങിയാലാണോ ആരുടെ ആയുസ് പറയുന്നത് പറയാൻ പറ്റില്ല. അതായത് തിരിഞ്ഞാണല്ലോ, മൊത്തത്തിൽ തലതിരിഞ്ഞ ഒരു പ്രകൃതമാണ്. അപ്പോൾ എന്തായാലും ദീർഘായുസൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. 61 വയസ്സായിട്ട് സുഖമായിട്ട് ജീവിച്ചില്ല, ഒരു കുഴപ്പമില്ല. നല്ല സുഖമായിട്ട് ഇനി മുന്നോട്ട് പോട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ ഡോക്ടർമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എന്തായിരിക്കും ഭാര്യയുടെ ഉറക്കമില്ലായ്മയുടെ കാരണം? പിന്നെ ചിലർ മലയാളി ആയതുകൊണ്ട് തീർച്ചയായിട്ടും സിനിക്കുകൾ ധാരാളം. അതൊന്നുമല്ല, ഉറങ്ങുന്നൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായിട്ടും ഇല്ല. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞിട്ടല്ലേ കുഴപ്പമില്ല. ഇതിന് അഭിമാനമായിട്ട് നമ്മൾ കാണുന്നില്ലല്ലേ ഉറങ്ങാനില്ല എന്നുള്ളത്. അല്ല, നമുക്ക് ചില ധാരണകളുണ്ട്. ഇപ്പം എനിക്ക് വ്യക്തമായ എൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല എൻ്റെ രീതിയെക്കുറിച്ച് ധാരണയുണ്ട്.
അതിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. അല്ല ഞാനങ്ങനെ ജീവിക്കുന്നത്. പലരും പറയും, നല്ലത് പറയും, മോശമായിട്ട് പറയും. പക്ഷെ എൻ്റെ ഒരു കാര്യങ്ങൾക്ക് എനിക്കൊരു വിശ്വാസം, എനിക്കൊരു സത്യസന്ധത വേണം. ഞാൻ ജീവിക്കുന്ന രീതിയിലൊരു സത്യസന്ധത വേണം. അപ്പോൾ കള്ളത്തരം അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളത് വകവയ്ക്കത്തില്ല. അങ്ങനെ തന്നെയാണ്. അതങ്ങനെ പോട്ടെ. മോളിപ്പോൾ എവിടെയാണ്? മോള് ഫെഡറൽ ബാങ്കിൽ മാനേജറാണ്. അപ്പോൾ അവളുടെ കയ്യിലാണല്ലോ ഇപ്പോൾ കാർ ഇരിക്കുന്നത്. അവളുടെ വേണ്ടി അപ്പോൾ അവൾക്ക് വണ്ടി കഴുകാൻ വേണ്ടി നമ്മൾ സാധനം തന്നു വിടുകയാണ്, കൊടുത്തേക്കാം. നിങ്ങളായാലും ബൈക്കിൽ കൊണ്ടാണ് നടക്കുന്നത്, കാറ് കഴുകണ്ടേ? ഓക്കെ, അതോടെ തന്നെ അവസാനിപ്പിക്കാം. ഓക്കെ, ശരി. അപ്പം മോൾക്ക് ഇത് കൊടുക്കുക. ആയിക്കോട്ടെ, സന്തോഷം. അപ്പോൾ എന്തായാലും ഉറങ്ങാതെ ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു.